ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. 80ാമത് സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾക്കൊരുങ്ങി രാജ്യം. രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് രാത്രി 7-ന് രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്യും. ചുവപ്പുകോട്ടയിൽ നാളെ നടക്കുന്ന സ്വാതന്ത്ര്യദിനാഘോഷങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദേശീയ പതാക ഉയർത്തി രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്യും. സംസ്ഥാനത്തും നാളെ വിപുലമായ ആഘോഷ പരിപാടികൾ. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് വിശിഷ്ട സേവനത്തിനുള്ള രാഷ്ട്രപതിയുടെ സർവീസ് മെഡലുകൾ പ്രഖ്യാപിച്ചു. കേരളത്തിൽ നിന്നും 11 പേർ മെഡലുകൾക്ക് അർഹരായി. ഇന്ന് വിഭജന ഭീതി സ്മരണാ ദിനം. വിഭജനത്തിൽ ദുരിതങ്ങൾ നേരിട്ടവരെ അനുസ്മരിച്ച് പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള പ്രമുഖർ. മൈ പോലീസ് സ്റ്റേഷൻ പദ്ധതിക്ക് സംസ്ഥാനത്ത് തുടക്കം. ആധുനിക കാലഘട്ടത്തിനനുസരിച്ച് പോലീസ് സേനയെ നവീകരിക്കുമെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. കനേഡിയൻ ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് കിരീടം അമേരിക്കയുടെ ബെൻ ഷെൽട്ടണ്. വാർത്തകൾ വിശദമായി. 80ാമത് സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾക്കൊരുങ്ങി രാജ്യം. രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് രാത്രി 7-ന് രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്യും. ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും ദൂരദർശനും അഭിസംബോധന പ്രക്ഷേപണം ചെയ്യും. ന്യൂഡൽഹിയിലെ ചുവപ്പുകോട്ടയിൽ നാളെ രാവിലെ നടക്കുന്ന സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വം നൽകും. ദേശീയ പതാക ഉയർത്തിയ ശേഷം അദ്ദേഹം രാജ്യത്തെ അഭിസംബോധന ചെയ്യും. യുവശക്തിക്കും ദേശീയ ഗീതമായ വന്ദേ മാതരത്തിനുമാണ് സ്വാതന്ത്ര്യദിനാഘോഷങ്ങളിൽ ഇത്തവണ പ്രാധാന്യം നൽകുന്നത്. ചുവപ്പുകോട്ടയിൽ ഇക്കുറി ആദ്യമായി വന്ദേ മാതരം ആലപിക്കുന്നതിന് പുറമെ വന്ദേ മാതരത്തിന്റെ മാതൃകയിൽ പുഷ്പാലങ്കാരവും ഒരുക്കും. സ്വാതന്ത്ര്യദിനാഘോഷങ്ങളോടനുബന്ധിച്ച് രാജ്യമെമ്പാടും ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഹർ ഘർ തിരങ്കയുടെ ഭാഗമായ തിരങ്ക യാത്രകളും രാജ്യത്ത് പുരോഗമിക്കുകയാണ്. സ്വാതന്ത്ര്യദിനത്തിന് മുന്നോടിയായി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ഇന്ന് വൈകുന്നേരം 5:10-ന് രാജ്യത്തെ സൈനികരെ അഭിസംബോധന ചെയ്യും. സംസ്ഥാനത്തും വിപുലമായ പരിപാടികളാണ് നാളെ നടക്കുന്നത്. തലസ്ഥാന നഗരിയിലും ജില്ലാ ആസ്ഥാനങ്ങളിലും നടക്കുന്ന സ്വാതന്ത്ര്യദിനാഘോഷങ്ങളിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഉൾപ്പെടെ പങ്കെടുക്കും. ചുവപ്പുകോട്ടയിൽ നാളെ നടക്കുന്ന 80ാമത് സ്വാതന്ത്ര്യദിനാഘോഷ ചടങ്ങുകൾക്ക് സാക്ഷ്യം വഹിക്കാൻ PM വിശ്വകർമ്മ പദ്ധതിയുടെ 100 ഗുണഭോക്താക്കളെ കേന്ദ്ര സർക്കാർ പ്രത്യേക അതിഥികളായി ക്ഷണിച്ചു. സമൂഹത്തിന്റെ നാനാതുറകളിൽ നിന്നുള്ള 5000 പ്രത്യേക അതിഥികളെയാണ് ചടങ്ങിനായി ക്ഷണിച്ചിരിക്കുന്നത്. കരകൌശല വിദഗ്ധർക്ക് പുറമെ PM ഇന്റേൺഷിപ്പ് പദ്ധതിയുടെ ഭാഗമായ യുവജനങ്ങൾ, മുദ്രാ യോജനയുടെ ഗുണഭോക്താക്കളായ വനിതാ സംരംഭകർ, ഡ്രൈവർമാർ, വിദ്യാർത്ഥികൾ തുടങ്ങി വ്യത്യസ്ത മേഖലകളിൽ നിന്നുള്ളവർക്ക് സ്വാതന്ത്ര്യദിനാഘോഷങ്ങളിലേക്ക് ക്ഷണമുണ്ട്. വിശിഷ്ടാതിഥികൾ ഉൾപ്പെടെയുള്ളവരുടെ യാത്ര സുഗമമാക്കുന്നതിന് നാളെ പുലർച്ചെ 4 മണി മുതൽ ഡൽഹി മെട്രോയുടെ എല്ലാ ടെർമിനൽ സ്റ്റേഷനുകളിൽ നിന്നും സർവീസുകൾ ആരംഭിക്കും. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് വിശിഷ്ട സേവനത്തിനുള്ള രാഷ്ട്രപതിയുടെ സർവീസ് മെഡലുകൾ പ്രഖ്യാപിച്ചു. പോലീസ്, അഗ്നിരക്ഷാസേന, ജയിൽ വകുപ്പ് തുടങ്ങിയവയിൽ നിന്നായി 1057 പേർ പുരസ്കാരത്തിന് അർഹരായി. ധീരതയ്ക്കുള്ള മെഡലുകൾ 301 പേർക്കും വിശിഷ്ട സേവനത്തിനുള്ള രാഷ്ട്രപതിയുടെ മെഡൽ 92 പേർക്കും സ്തുത്യർഹ സേവനത്തിനുള്ള മെഡലുകൾ 664 പേർക്കുമാണ് ലഭിച്ചത്. കേരളത്തിൽ നിന്നും SP ശശിധരന് വിശിഷ്ട സേവനത്തിനുള്ള രാഷ്ട്രപതിയുടെ പോലീസ് മെഡൽ ലഭിച്ചു. സ്തുത്യർഹ സേവനത്തിനുള്ള മെഡലുകൾ സംസ്ഥാനത്ത് പോലീസ് സേനയിൽ നിന്നും 6 പേർക്കും അഗ്നിരക്ഷാസേനയിൽ നിന്നും 2 ഉദ്യോഗസ്ഥർക്കും ജയിൽ വകുപ്പിൽ നിന്നും 2 പേർക്കുമാണ് ലഭിച്ചത്. 1947-ലെ ഇന്ത്യ പാക് വിഭജനത്തിനിടെ ജീവൻ നഷ്ടപ്പെട്ടവരെയും സമാനതകളില്ലാത്ത ദുരിതങ്ങൾ അനുഭവിച്ചവരെയും അനുസ്മരിച്ച് ഇന്ന് വിഭജന ഭീതി സ്മരണാ ദിനം. വിഭജനം നിരവധി ജീവിതങ്ങൾ തകർക്കുകയും കുടുംബങ്ങളെ അനാഥമാക്കുന്ന വിധത്തിൽ ദുരിതങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്തതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുസ്മരിച്ചു. വികസിത ഭാരതം സൃഷ്ടിക്കുവാനുള്ള നിശ്ചയദാർഢ്യം കൂടുതൽ ശക്തമാക്കാൻ ഈ ദിനം പ്രചോദനമാകട്ടെ എന്നും അദ്ദേഹം ആശംസിച്ചു. ഇന്ത്യ ചരിത്രത്തിലെ ഏറ്റവും നിഷ്ഠൂരമായ അധ്യായങ്ങളിലൊന്നാണ് വിഭജനമെന്നും ദശലക്ഷങ്ങളാണ് ഇതിലൂടെ ദുരിതം പേറിയതെന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അനുസ്മരിച്ചു. നിരവധി പേരുടെ ധീരതയെയും ത്യാഗത്തെയും പോരാട്ടങ്ങളെയുമാണ് ഈ ദിനം ഓർമ്മപ്പെടുത്തുന്നതെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞു. 2021 മുതലാണ് ഓഗസ്റ്റ് 14 വിഭജന ഭീതി സ്മരണാ ദിനമായി ആചരിച്ചു തുടങ്ങിയത്. ഹർ ഘർ തിരങ്കയുടെ ഭാഗമായി രാജ്യമെങ്ങും ദേശീയ പതാക ഉയരുമ്പോൾ ഖാദി തുണിയിൽ പതാക നിർമ്മിച്ചു നൽകുന്ന കണ്ണൂർ പയ്യന്നൂരിലെ ഖാദി കേന്ദ്രത്തിൽ ജീവനക്കാർ വലിയ തിരക്കിലാണ്. ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ തയ്യാറാക്കിയ റിപ്പോർട്ട്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ അദ്വിതീയമായ സ്ഥാനമുണ്ട് ഖാദി പ്രസ്ഥാനത്തിന്. രണ്ടാം ബർദോളി എന്നറിയപ്പെടുന്ന കണ്ണൂർ പയ്യന്നൂരിൽ ഖാദിയുടെ വളർച്ച ദ്രുതഗതിയിലായിരുന്നു. ഹർഘർ തിരങ്ക ആഘോഷിക്കുമ്പോൾ പയ്യന്നൂരിലെ ഖാദി കേന്ദ്രത്തിൽ ദേശീയ പതാകയുടെ നിർമ്മാണം തകൃതിയിൽ പുരോഗമിക്കുകയാണ്. ഖാദി തുണിയിൽ മാനദണ്ഡങ്ങൾ പാലിച്ച് ത്രിവർണ്ണ പതാക നിർമ്മിച്ചെടുക്കുന്ന തിരക്കിലാണ് ഈ കേന്ദ്രത്തിലെ ജീവനക്കാർ. കൃത്യമായ അളവിൽ 3 നിറങ്ങളിലുമുള്ള തുണി മുറിച്ചെടുത്ത് ശ്രദ്ധയോടെ അവർ പതാക നിർമ്മിച്ചെടുക്കുകയാണ്. 40 വർഷത്തോളമായി പയ്യന്നൂർ ഖാദി കേന്ദ്രം ദേശീയ പതാക നിർമ്മിക്കുന്നുണ്ട്.
ദേശീയ പ്രസ്ഥാനത്തിന് ഊർജ്ജം പകർന്നു നൽകിയ പയ്യന്നൂർ ഖാദിക്ക് ദേശീയ പതാകയുടെ നിർമ്മാണത്തിലൂടെ അഭിമാന നിമിഷങ്ങളാണ് ഓരോ വർഷവും കൈവരുന്നത്. സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ ഭാഗമായി സംസ്ഥാന വനിതാ ശിശു വികസന വകുപ്പ് സംഘടിപ്പിക്കുന്ന വനിതകളുടെ ഒത്തുചേരൽ ഇന്ന് രാത്രി 9:30 മുതൽ തിരുവനന്തപുരത്ത് നടക്കും. നാളെ പുലർച്ചെ 1 മണിവരെയാണ് പരിപാടി. മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഉദ്ഘാടനം ചെയ്യും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AIR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്. ആധുനിക കാലഘട്ടത്തിനനുസരിച്ച് പോലീസ് സേനയെ നവീകരിക്കുമെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. ജനസൌഹൃദ പോലീസ് സംവിധാനത്തിന് നവീന മുഖം നൽകുന്ന മൈ പോലീസ് സ്റ്റേഷൻ പദ്ധതി തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഓപ്പറേഷൻ തൂഫാൻ പോലെ മൈ പോലീസ് സ്റ്റേഷൻ പദ്ധതിയും ജനങ്ങൾ ഏറ്റെടുക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. സമൂഹത്തിനുണ്ടാകുന്ന മാറ്റത്തിനനുസൃതമായി സമൂലമായ മാറ്റങ്ങൾ പോലീസിലും ആവശ്യമാണെന്ന് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. നാടുവിട്ട മയക്കുമരുന്ന് രാജാവ് വീരേന്ദർ സിംഗ് ബസോയെ UAE-യിൽ നിന്ന് നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ തിരിച്ചെത്തിച്ചതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. മയക്കുമരുന്നിനെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത കേന്ദ്ര സർക്കാർ നയത്തിലെ പുതിയ നാഴികക്കല്ലാണിതെന്നും അദ്ദേഹം പറഞ്ഞു. ഉത്തരാഖണ്ഡിൽ നിർമ്മാണത്തിലിരുന്ന തുരങ്കത്തിലുണ്ടായ മണ്ണിടിച്ചിലിൽ 7 പേർ മരിച്ചു, 14 പേർക്ക് പരിക്കേറ്റു. ചമോലി ജില്ലയിലെ ജലവൈദ്യുത പദ്ധതിയുടെ തുരങ്കത്തിലാണ് അപകടമുണ്ടായത്. കനത്ത മഴയിൽ ഒഡീഷയിൽ പ്രളയ സാഹചര്യം അതീവ ഗുരുതരമായി തുടരുന്നു. ബൈതരണി, ബുധബലങ്ക നദികളിൽ ജലനിരപ്പ് ഉയരുന്നത് വടക്കൻ ജില്ലകളിൽ വലിയ ഭീഷണിയാണ് ഉയർത്തുന്നത്. ഭദ്രക് ജില്ലയിലെ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലായി. ചമ്പുവയിൽ പാലം ഒലിച്ചുപോയതിനെ തുടർന്ന് റോഡ് ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു. പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ സമഗ്ര പുരോഗതിയും പൂർണ്ണ ഹാജരും ലക്ഷ്യമിട്ട് കാസർഗോഡ് പരപ്പ ട്രൈബൽ ഡെവലപ്മെന്റിന്റെ നേതൃത്വത്തിൽ ഉയരെ പൊതുവിദ്യാഭ്യാസ ക്യാമ്പയിന് തുടക്കമായി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കാസർഗോഡ് ജില്ലാ പ്രതിനിധി പി. ജഗന്നിവാസൻ. സ്കൂൾ ഓൺ ഡ്രീംസ് ഓൺ എവരിവൺ ഇൻ എന്ന മുദ്രാവാക്യമുയർത്തി തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെയും പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെയും സഹകരണത്തോടെയാണ് കാസർഗോഡ് ജില്ലാ ഭരണ സംവിധാനം ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. വെള്ളരിക്കുണ്ട് താലൂക്കിലെ മറാഠി, മാവിലൻ, മലവേട്ടുവൻ സമുദായങ്ങളിലെ കുട്ടികൾക്കിടയിലെ സ്കൂൾ കൊഴിഞ്ഞുപോക്ക് പൂർണ്ണമായി ഇല്ലാതാക്കി 100% എൻറോൾമെന്റും ഹാജറും ഉറപ്പുവരുത്തുകയാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. സംസ്ഥാനത്ത് പാലക്കാടും കൊച്ചിയിലും BSNL സാറ്റലൈറ്റ് ഫോൺ കണക്ഷനുകൾ നൽകി തുടങ്ങിയതായി ചീഫ് ജനറൽ മാനേജർ R. സജികുമാർ. വിദൂര മേഖലകളിലുള്ളവർക്കും മത്സ്യബന്ധന മേഖലയിലുള്ളവർക്കും ഇത് ഗുണകരമായിരിക്കും. സംസ്ഥാനത്ത് ഈ വർഷം അവസാനത്തോടെ 5G സേവനങ്ങൾ ആരംഭിക്കാൻ സാധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കനേഡിയൻ ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് കിരീടം അമേരിക്കയുടെ ബെൻ ഷെൽട്ടന്. US താരം ബ്രാൻഡൻ നെക്കാഷിമയെ 6-3, 7-6 എന്ന സ്കോറിനാണ് ഷെൽട്ടൻ പരാജയപ്പെടുത്തിയത്. വനിതാ സിംഗിൾസ് കിരീടം പോളിഷ് താരം ഇഗ ഷാംടെക് സ്വന്തമാക്കി. കസാഖ് താരം എലേന റൈബാക്കിനെ നേരിട്ടുള്ള സെറ്റുകൾക്ക് പരാജയപ്പെടുത്തിയാണ് കിരീട നേട്ടം. ഇന്ത്യ ശ്രീലങ്ക ടെസ്റ്റ് പരമ്പരയിലെ ആദ്യ മത്സരം നാളെ ഗാല ഇന്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ ആരംഭിക്കും. 2 മത്സരങ്ങളുള്ള പരമ്പരയിലെ രണ്ടാം ടെസ്റ്റ് ഈ മാസം 23 മുതൽ 27 വരെ കൊളംബോയിൽ നടക്കും. ആളില്ലാ ഡ്രോണുകളുടെയും നിർമ്മാണ ഘടകങ്ങളുടെയും ഇറക്കുമതിക്ക് 100% വരെ തീരുവ ചുമത്തുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ചൈന ആധിപത്യം പുലർത്തുന്ന വിതരണ ശൃംഖലയെ അമേരിക്ക ആശ്രയിക്കുന്നത് കുറയ്ക്കുന്നതിനാണ് നടപടിയെന്ന് ട്രംപ് വ്യക്തമാക്കി. കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 6 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. ലക്ഷദ്വീപിലെ സുഹേലി ദ്വീപിൽ നിന്നും കാണാതായ 2 പോലീസ് കോൺസ്റ്റബിൾമാർക്കായുള്ള തിരച്ചിൽ തുടരുന്നു. കവരത്തി കൺട്രോൾ റൂമിലേക്ക് അപകട വിവരങ്ങൾ ലഭിച്ചതിനെ തുടർന്ന് 2 ദിവസമായി ഹെലികോപ്റ്റർ മാർഗം ഉൾപ്പെടെ തിരച്ചിൽ നടത്തിയെങ്കിലും പോലീസ് ഉദ്യോഗസ്ഥരെക്കുറിച്ച് ഇതുവരെ വിവരം ഒന്നും ലഭിച്ചിട്ടില്ല. പ്രധാന വാർത്തകൾ വീണ്ടും. 80ാമത് സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾക്കൊരുങ്ങി രാജ്യം. രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് രാത്രി 7-ന് രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്യും. ചുവപ്പുകോട്ടയിൽ നാളെ നടക്കുന്ന സ്വാതന്ത്ര്യദിനാഘോഷങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദേശീയ പതാക ഉയർത്തി രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്യും. സംസ്ഥാനത്തും നാളെ വിപുലമായ ആഘോഷ പരിപാടികൾ. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് വിശിഷ്ട സേവനത്തിനുള്ള രാഷ്ട്രപതിയുടെ സർവീസ് മെഡലുകൾ പ്രഖ്യാപിച്ചു. കേരളത്തിൽ നിന്നും 11 പേർ മെഡലുകൾക്ക് അർഹരായി. ഇന്ന് വിഭജന ഭീതി സ്മരണാ ദിനം. വിഭജനത്തിൽ ദുരിതങ്ങൾ നേരിട്ടവരെ അനുസ്മരിച്ച് പ്രധാനമന്ത്രി ഉൾപ്പെടെ പ്രമുഖർ. മൈ പോലീസ് സ്റ്റേഷൻ പദ്ധതിക്ക് സംസ്ഥാനത്ത് തുടക്കം. ആധുനിക കാലഘട്ടത്തിനനുസരിച്ച് പോലീസ് സേനയെ നവീകരിക്കുമെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. കനേഡിയൻ ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് കിരീടം അമേരിക്കയുടെ ബെൻ ഷെൽട്ടൻ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.